നാവൽനി മരണപ്പെട്ടു. ആദിവ്ക എന്ന വളരെ പ്രധാനപ്പെട്ട റീജിയൻ റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്തതായി റഷ്യക്ക് എന്തായിരിക്കും പദ്ധതി ഉള്ളത് എന്ന വലിയ ചോദ്യവും ബാക്കിയായിട്ടുണ്ട്. നാവൽനിയുടെ ഭാര്യ യൂറോപ്പ് യൂണിയനും അമേരിക്കയ്ക്കും അമേരിക്കൻ അനുകൂല രാജ്യങ്ങൾക്കും ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്നും പറഞ്ഞ് റഷ്യ അതിവേഗം ഒഫൻസീവിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് റഷ്യ ഉക്രൈൻ അപ്ഡേറ്റ്സ് ആണ് കാണാൻ പോകുന്നത്. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പ് യൂണിയനോട് നാവൽനിയുടെ ഭാര്യ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അടുത്ത മാസം റഷ്യയുടെ ഇലക്ഷൻ വരുന്നുണ്ട്. റഷ്യയുടെ ഇലക്ഷൻ, പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ പുടിൻ ആയിരിക്കും പ്രസിഡന്റായി വരിക. അതില് യാതൊരു മാറ്റവുമില്ല. എന്നാൽ അടുത്ത റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ആണ് എന്ന റിസൾട്ട് വന്നതിന് ശേഷം ഒരു രാജ്യവും പുടിന് വിഷസ് അറിയിക്കാൻ പാടില്ല. യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, അമേരിക്കൻ അനുകൂല രാജ്യങ്ങളായിക്കോട്ടെ, ആരും തന്നെ റഷ്യക്ക് വിഷസ് അറിയിക്കാൻ പാടില്ല. ഇതാണ് നാവൽനി ആഗ്രഹിച്ചത്, ഒരു ഭരണമാറ്റം. പുടിൻ കുറച്ചധികം വർഷങ്ങളായി റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണമെന്നതായിരുന്നു നാവൽനിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങൾ, അമേരിക്ക, അമേരിക്കൻ അനുകൂല രാജ്യങ്ങളൊന്നും പുടിൻ അതോറിറ്റിക്ക് ആരും വിഷസ് അറിയിക്കരുത്. ഇതാണ് നാവൽനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നാവൽനിയുടെ ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ യൂറോപ്പ് യൂണിയൻ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം നാവൽനിയുടെ മരണത്തിന് ശേഷം, നാവൽനിയുടെ മരണത്തിന് പിന്നിൽ റഷ്യ ആണ് എന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ വലിയ ആരോപണം ഉയർത്തിയിരിക്കുന്നു. പുടിനോ അവിടെയുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസോ അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കും? ഒരാളുടെ മരണം വെച്ച് രാഷ്ട്രീയ കളി നീക്കിക്കൊണ്ടിരിക്കുന്നു ഈ പാശ്ചാത്യ രാജ്യങ്ങളെന്ന് റഷ്യയും പറയുന്നുണ്ട്. അവസാനമായി നാവൽനിയുടെ അമ്മ പറഞ്ഞത് എന്താണ്? ഒരു നോക്ക് മകന്റെ മൃതദേഹം ഒന്ന് കാണണം എന്നതാണ്. എന്തോ ഒരു ഡെത്ത് സിൻഡ്രോം വന്നു, അതാണ് നാവൽനിയുടെ ജീവൻ എടുത്തത്. മാത്രമല്ല ഇതിനു മുമ്പും പല തവണയായി നാവൽനിക്ക് പോയിസൺ കൊടുത്തിട്ടുണ്ട്. പുടിന്റെ ആൾക്കാരുമാണ് ഇത് ചെയ്തത് എന്ന് ജർമ്മനി ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങൾ ആരോപണം ഉയർത്തിയിരുന്നു. ഇതിന്റെ എല്ലാം റിസൾട്ടാണ് നാവൽനിയുടെ മരണം. സോ ഇതിനെല്ലാം പുറകിലുള്ളത് പുടിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പ്രസിഡന്റ് പദവി ആരും റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല എന്ന റിക്വസ്റ്റും ഉയർന്നിരിക്കുന്നു. നാവൽനി ഓക്കെ, ഇപ്പോൾ നാവൽനിയുടെ ബ്രദറിനെയും റഷ്യ വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. നാവൽനിയുടെ ബ്രദർ നാവൽനിക്ക് അനുകൂലമായി ജനങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഘം ചേർക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തെ വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തത് മാത്രമല്ല, അദ്ദേഹത്തെ നിരീക്ഷിക്കാനും ആളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു റഷ്യ. അടുത്തത് സ്വീഡൻ, ഫിൻലൻഡ് എന്ന് പറയുമ്പോൾ നാറ്റോയിൽ അംഗമാകാനായി വളരെയധികം ദിവസങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന രാജ്യമായിരുന്നു. ഫിൻലൻഡ് ഓൾറെഡി അംഗമായി കഴിഞ്ഞു. സ്വീഡൻ അംഗമാകുന്നതിനെതിരെ തുർക്കിയും ഹംഗേരിയും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുർക്കി സമ്മതിച്ചു, പക്ഷേ ഹംഗേരിയുമായുള്ള സ്വീഡന്റെ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വീഡൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഉക്രൈൻ ആവശ്യമായ 683 മില്യൺ അമേരിക്കൻ ഡോളർ ഉക്രൈന് കൊടുക്കാൻ പോകുന്നു. ഉക്രൈന് ഇപ്പോൾ സഹായം വളരെ അത്യാവശ്യമാണ്. ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ വാങ്ങാൻ ഈ പണം ഞങ്ങൾ കൊടുക്കുന്നു എന്ന് സ്വീഡൻ അറിയിച്ചിരിക്കുന്നു. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡ്സ് വിത്ത് ഉക്രൈൻ എന്നാണ്. ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകുന്നോ അത്രയും ദിവസം ഞങ്ങൾ ഉക്രൈനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ലാർജസ്റ്റ് സപ്പോർട്ട് പാക്കേജ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുമാത്രമല്ല, ഇനിയും ഡൊണേഷൻ വഴി നിരവധി പണം കളക്ട് ചെയ്ത് അതെല്ലാം ഉക്രൈന് കൊടുത്ത് സഹായിക്കുമെന്നും സ്വീഡൻ അറിയിച്ചിരിക്കുന്നു. സ്വീഡൻ ഉക്രൈനെ സഹായിക്കുന്നതിൽ മറ്റൊരു കാരണവുമില്ല എന്ന് സ്വീഡൻ പറഞ്ഞാലും ഇൻഡയറക്റ്റായി മറ്റൊരു കാരണം കൂടിയുണ്ട്, നാറ്റോ. കാരണം നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, നാറ്റോയുടെ സുഹൃത്ത് രാജ്യങ്ങളായിക്കോട്ടെ, ഉക്രൈന് ആവശ്യമായ നിരവധി സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനും അവരുടെ പക്കൽ പണമില്ല. നിരവധി എതിർപ്പുകൾ അവരുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഉയരാൻ ആരംഭിച്ചു. ഞങ്ങൾ ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്, നാറ്റോയിൽ അംഗമാകാനായി തയ്യാറായിരിക്കുന്ന സ്വീഡൻ എന്ത് സഹായമാണ് ചെയ്തത് എന്ന് ആരും ചോദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സ്വീഡൻ ഉക്രൈനെ സഹായിക്കുന്നു. അടുത്തത് കുറാഖോവ് എന്ന റീജിയൻ. ഇവിടെയാണ് റഷ്യൻ സൈനികർ അധികമായി ഇപ്പോൾ ഗ്യാദർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. കുറാക്കോവ് എന്ന ഭാഗത്ത് മാത്രമല്ല, സാപ്രീസിയ റീജിയനിലും റഷ്യയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഉക്രൈൻ സൈനികർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, യെസ്, റഷ്യയുടെ അറ്റാക്ക് തീവ്രമായി തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ രീതിയിലേക്ക് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും വലിയ അളവിൽ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ ശ്രമങ്ങൾ തുടരുന്നുവെന്ന് ഉക്രൈൻ സൈനികർ അറിയിച്ചിരിക്കുന്നു. അടുത്തത്
പോളണ്ടിലെ കർഷക സമരമൊക്കെ നമുക്കറിയാവുന്നതാണ്. വീണ്ടും ഉക്രൈനിലെ കൃഷി സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് വലിയ രീതിയിൽ വീണ്ടും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വാർത്ത ഉക്രൈന്റെ സുഹൃത്തായ, ഉക്രൈനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായ പോളണ്ടിന് വളരെ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. അടുത്തത് അമേരിക്ക കുറച്ചധികം ദിവസങ്ങളായി പറയുന്നുണ്ട് നോർത്ത് കൊറിയ ആരും അറിയാതെ ആയുധങ്ങൾ റഷ്യക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. നോർത്ത് കൊറിയയുടെ ആ ആയുധങ്ങൾ കൊണ്ടാണ് റഷ്യ ഉക്രൈനെതിരെ ആക്രമണം നടത്തുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയക്കെതിരെ വലിയ രീതിയിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോ നോർത്ത് കൊറിയയുടെ പക്കൽ നിന്നും മിസൈലുകൾ വാങ്ങി റഷ്യ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ മിസൈലുകളുടെ ചെറിയ ചെറിയ സ്പെയർ പാർട്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് യൂറോപ്പ് യൂണിയൻ, അമേരിക്ക, അമേരിക്കൻ അനുകൂല രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ പക്കൽ നിന്നും സ്പെയർ പാർട്സ് വാങ്ങി നിർമ്മിച്ച, നോർത്ത് കൊറിയ നിർമ്മിച്ച മിസൈലുകൾ, ഷെൽസ് ഒക്കെയാണ് റഷ്യ വാങ്ങി അത് ഉക്രൈനെതിരെ പ്രയോഗിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു. അതാണ് ഇപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് കൊറിയയാണോ പ്രശ്നം? അതായത് റഷ്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന നോർത്ത് കൊറിയയാണോ പ്രശ്നക്കാർ? അതോ നോർത്ത് കൊറിയയ്ക്ക് ബ്ലാക്ക് മാർക്കറ്റ് വഴി ഇങ്ങനെയുള്ള സ്പെയർ പാർട്സ് വിൽപ്പന ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങളാണോ ഇവിടെ പ്രശ്നക്കാർ? പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന രീതിയിലാണ് ഓരോ വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്തതായി ആദൂക്ക എന്ന റീജിയണിൽ ഉക്രൈൻ ഉണ്ടായ പരാജയം കാരണം സപ്ലൈ ചെയിൻ വളരെയധികം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അവിടെയുള്ള സൈനികർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും നിരവധി പേർ വേട്ടയാടപ്പെടുന്നു എന്ന വിവരവും പുറത്തു വന്നു. റഷ്യയെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു സക്സസ് തന്നെയാണെന്നുണ്ടെങ്കിലും റഷ്യയുടെ അടുത്ത ഘട്ട നീക്കം വളരെ വേഗത്തിൽ നീങ്ങുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ തീർച്ചയായും അമേരിക്ക ചെയ്യണം. എന്നാൽ പോലും ഉക്രൈന്റെ ആംഡ് ഫോഴ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അമേരിക്ക തയ്യാറാകണ്ട എന്ന രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് പെന്റഗണിന്റെ ഭാഗത്തു നിന്നും വൈറ്റ് ഹൗസിലേക്ക് പോയിരിക്കുന്നു. സോ ഇവിടെ ഉക്രൈൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അമേരിക്ക തന്നെ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ കൺഫേം ചെയ്തത് മാത്രമല്ല, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഇനിയും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് അമേരിക്ക തന്നെ പറയുന്നു. അടുത്തത് സ്റ്റാർലിങ്ക്. റഷ്യൻ പ്രസിഡന്റായ പുടിൻ അല്ലെങ്കിൽ റഷ്യയുടെ സൈന്യം സ്റ്റാർലിങ്ക് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഉക്രൈന്റെ ട്രൂപ്സ് എവിടേക്കാണ് നിൽക്കുന്നത് എന്നത് റഷ്യ കണ്ടുപിടിച്ചത് ഈ ഒരു സ്റ്റാർലിങ്ക് വെച്ചാണ് എന്ന വാർത്ത വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ സൈനികർ ഇപ്പോൾ വലിയ രീതിയിൽ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നില്ല എന്ന വാർത്തയും ഷെയർ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എലൺ മസ്ക് ഡബിൾ ഗെയിം കളിക്കുകയാണോ? സ്റ്റാർലിങ്ക് റഷ്യക്കും കൊടുത്ത് അതേ സ്റ്റാർലിങ്ക് ഉക്രൈനും കൊടുത്ത് ഉക്രൈന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് റഷ്യ കണ്ടുപിടിക്കുന്ന രീതിയിൽ എലൺ മസ്ക് ഒരു പ്ലേ ചെയ്യുകയാണോ എന്ന കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഉക്രൈന്റെ സൈന്യം ഇപ്പോൾ സ്റ്റാർലിങ്ക് അധികമായി ഉപയോഗിക്കുന്നില്ല എന്ന വാർത്ത ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഇപ്പോഴും റഷ്യയുടെ പക്കൽ നിന്നും ഓയിൽ വാങ്ങുന്നു എന്ന് പല ദിവസങ്ങളിലായി, പല ഇവന്റുകളിലായി, പല സമയങ്ങളിലായി പല രാജ്യങ്ങളും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ റഷ്യയുടെ പക്കൽ നിന്നും വാങ്ങുന്ന ഓയിൽ, ആ ഓയിൽ വഴി ഉണ്ടാക്കുന്ന പല പ്രോഡക്ട്സ് ഉണ്ട്. ക്രൂഡ് ഓയിൽ മുതൽ നിരവധി ബൈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഈ ബൈ പ്രോഡക്ട്സ് ഒക്കെ യൂറോപ്പ് യൂണിയന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ യൂറോപ്പ് യൂണിയൻ തന്നെ ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള ആരോപണം ഉയർത്തിയത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കുള്ള എക്സ്പോർട്ടൊക്കെ കുറച്ചിരിക്കുന്നു. അതായത് പെട്രോളിയം പ്രോഡക്ട്സിന്റെ എക്സ്പോർട്ടൊക്കെ കുറച്ചു കഴിഞ്ഞു. അങ്ങനെ കുറച്ചതാണോ അതോ ഇനി യൂറോപ്പ് യൂണിയൻ വേണ്ട എന്ന് വെച്ചതാണോ എന്ന് ക്ലിയർ ആയിട്ട് വാർത്ത പുറത്ത് വന്നിട്ടില്ല. എന്തു തന്നെയായാലും ഓയിലിന്റെ ട്രേഡിംഗ് കുറഞ്ഞു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ജോർജ്വിക എന്ന ഭാഗത്താണ് റഷ്യയുടെ സൈന്യം ഇപ്പോൾ ഗ്യാദറായി നിൽക്കുന്നത്. ജോർജ്വിക എന്ന് പറയുമ്പോൾ മരിങ്ക എന്ന ഭാഗമാണ് റഷ്യയുടെ അടുത്ത ടാർഗറ്റ്. മരിങ്ക എന്ന ഭാഗവും റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജോർജ്വിക, കുറാക്കോവ് ഈ സ്ഥലത്താണ് ഉക്രൈൻ ആവശ്യമായ ലോജിസ്റ്റിക്സ് ഹബ് ഉള്ളത്. സോ ഈ കുറാക്കോവ് എന്ന ഭാഗമൊക്കെ റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ വിചാരിക്കുന്നത് ഒന്നും തന്നെ നടക്കില്ല. ഉക്രൈൻ ഒരുപാട് പിന്നോട്ട് പോകേണ്ടി വരും. റഷ്യ അവരുടെ ഒഫൻസീവ് ശക്തമായി തന്നെ തുടരുമ്പോൾ ഉക്രൈൻ അവരുടെ പരാജയം DPRൽ രജിസ്റ്റർ ചെയ്തു എന്ന് അമേരിക്ക തന്നെ വാർത്തകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ DPR എന്ന ഭാഗത്ത് റഷ്യയുടെ വിജയം ആദിവ്കയോടെ അവസാനിച്ചില്ല. അടുത്തതായി സാപ്പറീസിയ, മരിങ്ക, കുറാക്കോ മുഴുവനായും കൺട്രോളിൽ കൊണ്ടുവരാൻ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കാം ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.